ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് മയോണൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മയോണൈസിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 3-4 അല്ലി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് എടുക്കേണ്ടത്. മണമുള്ള ഒരു ഓയിൽ എടുക്കരുത്, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അപ്പോൾ ഇനി ഇതൊന്നും കൂടിയും ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒന്നും കൂടി നന്നായി ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല വെള്ള കളറിലായിട്ട് മയോണൈസ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ പുളിയെങ്ങാനും കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു മുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കാനായിട്ട് 100 ml ഓയിലാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഓയിൽ മാത്രമേ എനിക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. പുറമേ നിന്ന് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.